ആർഎസ്എസിന് മതത്തിന്റെ പേരിൽ വിവേകം നഷ്ടമാകുന്നുവെന്ന് മുൻ ബൗദ്ധിക് പ്രമുഖ് ടി.ആർ. സോമശേഖരൻ. ഇത് സംഘടനയുടെയും രാഷ്ട്രത്തിന്റെയും നാശത്തിന് കാരണമാകുമെന്ന് ഭാരതീയ വിചാരകേന്ദ്രം മുൻ സംഘടനാ സെക്രട്ടറി കൂടിയായ ടി.ആർ. സോമശേഖരൻ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. വളരെ വിനാശകരമായ ഒരു പ്രവണത ഭാരതത്തിൽ മുഴുവൻ പടർന്നു പിടിക്കുന്നുണ്ട്. അതിനും വിശേഷം ഇപ്പോൾ ഈ ഭാരതത്തിലും മുസ്ലിം നാടുകളിലും ആഫ്രിക്കയുടെ ചെറിയൊരു പ്രദേശം, ഈ സബ്സഹാറ ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മതം ഇല്ലാണ്ടായിക്കൊണ്ടുവരാണ്, വിശ്വാസമേ ഇല്ലാണ്ടായിക്കൊണ്ടുവരാണ്. അതിൻ്റെ ഒരു കാരണം ഔപചാരിക വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊണ്ട് വന്ന ഒരു സ്വാതന്ത്ര്യ മനസ്സിൻ്റെ, അതുകൊണ്ട് ശാസ്ത്രബോധം, അതുപോലൊരു വിശ്വ അവബോധം, ലോകത്തെക്കുറിച്ച് തന്നെ ഒരു ധാരണയുണ്ടായി വരാം. ഇങ്ങനെ ഒരു വലിയ പരിവർത്തനം ലോകത്തിൽ മുഴുവൻ വരുന്നുണ്ട്. ഇതിൽ ഈ മുസ്ലിം നാടുകളിലൊപ്പം തന്നെ ഈ മതപരമായിട്ടുള്ള അഭിനിവേശത്തിലേക്ക് ഭാരതം പോകുക എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ നാശത്തിൻ്റെ ലക്ഷണമാണ്. ഭാരതം എന്ന രാഷ്ട്രത്തിന് ലോകത്തിൽ പ്രസക്തിയില്ല. അപ്പോൾ അത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ മതത്തിൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും സംഘത്തിൻ്റെ സ്വയംസേവകർക്ക് സാധിക്കില്ല. ഇപ്പോൾ പല പ്രശ്നങ്ങളിലും അങ്ങനെ കാണാൻ സാധിക്കും. ഈ മതത്തിലുള്ള താല്പര്യം പ്രകടമായിട്ട് വരാം. അപ്പോൾ ആ സമയത്ത് എന്ത് വരുന്നു? വിവേകം നശിച്ചു പോകും. അപ്പോൾ ഈ മതത്തിനെ താങ്ങുന്നത് കൊണ്ട് രാഷ്ട്രത്തിന് ഹാനി വരുമോ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. ഇപ്പം ഇങ്ങനെ പല വ്യക്തികളിലും കാണുന്നുണ്ട്. അതൊരു ചീത്ത ലക്ഷണമാണ്. ആർഎസ്എസിൽ ആൾദൈവങ്ങൾക്ക് സ്വാധീനം വർദ്ധിക്കുകയാണെന്നും ടി.ആർ. സോമശേഖരൻ. മനോരോഗികളായ ഇത്തരക്കാരെ ചികിത്സിക്കുകയാണ് വേണ്ടതെന്നും സോമശേഖരൻ പറഞ്ഞു. ഈ ആൾദൈവങ്ങളെ സിദ്ധന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു തരം മനോരോഗികളാണ്. മനോരോഗമില്ലാത്ത ഒരാൾക്ക് ഞാൻ സിദ്ധനാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല, ഞാൻ ഗുരുവാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല, ആൾദൈവമായിട്ടിരിക്കാൻ പറ്റില്ല. ആ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് വൈകല്യം ബാധിച്ചിട്ടുണ്ട്. ഒരു സൈക്കോപാത്തോളജി ഉറപ്പായിട്ട് അവിടെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു ആളായിട്ടിരിക്കാൻ? ഒരു സാധാരണ മനുഷ്യരൊന്നും കേട്ട് ഞാൻ സിദ്ധയാണ്, ഞാൻ ദൈവത്തിൻ്റെ ആളാന്ന് പറഞ്ഞാൽ ഇത് മനോരോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇവരൊക്കെ ശരിക്കും നല്ല മനോരോഗ വിദഗ്ധന്മാരെ കൊണ്ട് ചികിത്സിപ്പിച്ച് നേരെയാക്കി എടുക്കുകയാണ് വേണ്ടത്. മനോരോഗികളെയാണ് എല്ലാ കാലത്തും സിദ്ധന്മാരായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെച്ചാൽ ഏത് സംഘടനയിലും നമുക്ക് കുറേ സോബർ എലിമെൻറ്റ്സ് ഉണ്ടാവും. എപ്പോഴും വളരെ വിവേകപൂർവ്വം ചിന്തിച്ച് ചെയ്യുന്ന ആളുകൾ. അങ്ങനെ അല്ലാത്തവരും കാണും. കുറച്ചൊരു ചഞ്ചല മനസ്കരായിട്ടോ അല്ലെങ്കിൽ ചാബല്യമുള്ള ആളുകൾ, കുറച്ച് അന്ധവിശ്വാസമുള്ള ആളുകൾ, ഇങ്ങനത്തെ വ്യക്തികളാണ് പോണത്. ആ വ്യക്തികളെ വാസ്തവത്തിൽ പിന്തിരിപ്പിക്കേണ്ടതാണ്. അതൊക്കെ സംഘടന അതാ സമയത്ത് നോക്കേണ്ടതാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വ്യക്തികളിൽ കൂടിയാണല്ലോ ആളുകൾ സംഘടനയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ ആരാധകന്മാരായിട്ടുള്ള കുറച്ച് പേരെ കണ്ടാൽ അവരുൾപ്പെടുന്ന സംഘടനയ്ക്ക് ദുഷ്പരം. ഇതൊക്കെ പ്രാദേശിക തലത്തിൽ സംഘടനയുടെ നേതാക്കന്മാർ നോക്കേണ്ട വിഷയമാണത്. അവരും പറഞ്ഞ് ബോധപ്പെടുത്തണം, ഇത് സംഘത്തിൻ്റെ പ്രതിച്ഛായയ്ക്കും പങ്കൽ തട്ടിക്കുന്നതാണ് നിങ്ങളുടെ ഈ രീതി, ഇത് ശരിയല്ല. മുൻ ബൗദ്ധിക് പ്രമുഖ് ടി.ആർ. സോമശേഖരന്റെ വാക്കുകളാണ് കണ്ടത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്? സോമി, RSSൽ വളർന്നു വരുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ചാണ് സോമശേഖരൻ ഇപ്പോൾ വിശദീകരിച്ചത്. ഇത് വെറും സാധാരണമായ ഒരു നിരീക്ഷണമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം RSSന്റെ തന്നെ സംസ്ഥാന തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് RSSനെ കുറിച്ച് ഇത്തരത്തിലൊരു നിരീക്ഷണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. RSSൽ സംഭവിച്ചിരിക്കുന്ന ആശയവ്യതിയാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. RSS പ്രവർത്തകർക്ക് പലപ്പോഴും മത അഭിനിവേശം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അന്തസത്ത. RSSന്റെ ആശയം എന്ന് പറയുന്നത് ഒരിക്കലും മതാധിഷ്ഠിതമല്ല, ഏതെങ്കിലും ഒരു മതത്തിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നതല്ല RSS ആശയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ല. കൂടുതൽ മതത്തോട് കൂടുതൽ ചായ്വ് വന്നിരിക്കുന്നു, മത അഭിനിവേശം വന്നിരിക്കുന്നു. ഇത് സംഘടനയുടെ നാശത്തിന് വഴിവെക്കും. ഇത് തെറ്റായ രീതിയിലാണ് RSS പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഈ പരിവർത്തനം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് RSS പലപ്പോഴും ആളുടെ പിടിയിൽ അമരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം.
ഇത്തരത്തിൽ ആൾദൈവങ്ങളെ ഒരു വിഭ്രാന്തി ബാധിച്ചവരായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇവരെ മനോരോഗത്തിന് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇവർ പറയുന്നത് പലപ്പോഴും ആശയസമ്പത്തുള്ളവരല്ല ഈ ആൾദൈവങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് പലപ്പോഴും വിഭ്രമം ബാധിച്ചവരുടെ പോലെയാണ്. അത്തരത്തിലുള്ളവരെ പിന്തുടരുന്നത് RSS പിന്തുടരുന്ന മറ്റൊരു തെറ്റായ നയമാണ്. അതിൽ നിന്നും സമയം അതിക്രമിച്ചു. തുടക്കത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു എന്നാണ് സോമശേഖരൻ ഉന്നയിച്ചിരിക്കുന്ന വിമർശനം. ഈ മതത്തിൻ്റെ പേരിൽ മത അഭിനിവേശം കൂടിയതോടെ പലപ്പോഴും ഈ സംഘം പ്രവർത്തകർക്ക് വിവേകം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പലപ്പോഴും വളരെ നിസ്സാരമായി കാണേണ്ട പലതിനെയും വളരെ സാരമായി കണ്ട് അതിനെ വിമർശിക്കാനാണ് ഇപ്പോൾ സംഘം പ്രവർത്തകർ പോകുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതെല്ലാം തന്നെ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഇതിലെല്ലാം ഇടപെട്ട് വളരെ പ്രധാനപ്പെട്ട തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മതഭ്രാന്തിൽ അധിഷ്ഠിതമാകരുത് RSSന്റെ ആശയം അതല്ല. അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സംഘം അതിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. ഇതെല്ലാം തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് RSSന്റെ മുൻ ബൗദ്ധിക് പ്രമുഖ ആയിട്ടുള്ള TR സോമശേഖരൻ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സംഘടനാ സെക്രട്ടറി കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലൊരു ചുമതല വഹിച്ചിരുന്ന ഒരു ആൾ പറയുമ്പോൾ ഇതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സോമി. ഉമേഷ്, ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ കേരളത്തിലടക്കം വലിയ വിവാദമായ കാര്യമായിരുന്നു CK പത്മനാഭൻ കമലിനെ കുറിച്ച് പിന്തുണച്ചുകൊണ്ടും ഒപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുൻ ബൗദ്ധിക് പ്രമുഖ് TR സോമശേഖരന്റെ വാക്കുകൾ കൂടി പുറത്തു വരുന്നത്. RSSന് ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള എതിർപ്പുകൾ, അവരുടെ നയങ്ങൾക്കെതിരെ അതിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ പുറത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇതിന് നേതൃത്വം നൽകുന്നവരാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടത്. ഈ സംഘത്തിനകത്തു നിന്നുള്ളവർ ഇത്തരത്തിൽ മതഭ്രാന്തിന് അടിമപ്പെട്ട് വേറൊരു രീതിയിലേക്ക് പോകുന്നു, സംഘത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തന്നെയാണ് ഈ പല വാക്കുകളിലൂടെയും TR സോമശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ മതാന്ധത ബാധിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും വിവേകം നഷ്ടപ്പെടുന്ന അവസ്ഥ RSSന് ഉണ്ടാകുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് സംസ്ഥാനത്ത് പല രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ RSSനോടുള്ള വിമർശനങ്ങളെല്ലാം തന്നെ അദ്ദേഹം പരോക്ഷമായി അല്ല പറഞ്ഞിരിക്കുന്നത്, വളരെ നേരിട്ട് തന്നെ യഥാർത്ഥ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. അടിസ്ഥാന ആശയങ്ങളിൽ വ്യതിചലിച്ചുകൊണ്ട് മതത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള പ്രവർത്തനമാണ് RSS ഇപ്പോൾ തുടരുന്നത്. ഇത് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഇനിയും ഇത്തരത്തിലാണ് തുടരുന്നതെങ്കിൽ സംഘടന പൂർണ്ണമായി നശിക്കും എന്ന് തന്നെയാണ് സോമശേഖരൻ വിശദീകരിച്ചിരിക്കുന്നത്. സോമി. തീർച്ചയായിട്ടും ഉമേഷ്, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. RSSന് മതത്തിന്റെ പേരിൽ വിവേകം നഷ്ടമാകുന്നുവെന്നാണ് മുൻ ബൗദ്ധിക് പ്രമുഖ് TR സോമശേഖരൻ പറഞ്ഞത്. ഇത് സംഘടനയുടെയും രാഷ്ട്രത്തിന്റെയും നാശത്തിന് കാരണമാകുന്നുവെന്നും ഭാരതീയ വിചാര കേന്ദ്രം മുൻ സംഘടനാ സെക്രട്ടറി കൂടിയായ അദ്ദേഹം കൈരളി പീപ്പിളിനോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. വളരെ വിനാശകരമായ ഒരു പ്രവണത ഭാരതത്തിൽ മുഴുവൻ പടർന്നു പിടിക്കുന്നുണ്ട്. അതിലും വിശേഷം ഇപ്പോൾ ഈ ഭാരതത്തിലും മുസ്ലിം നാടുകളിലും ആഫ്രിക്കയുടെ ചെറിയൊരു പ്രദേശം, ഈ സബ്സഹാറ ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മതം ഇല്ലാണ്ടായിക്കൊണ്ടുവരാണ്, വിശ്വാസമേ ഇല്ലാണ്ടായിക്കൊണ്ടുവരാണ്. അതിൻ്റെ ഒരു കാരണം ഔപചാരിക വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊണ്ട് വന്ന ഒരു സ്വാതന്ത്ര്യ മനസ്സിൻ്റെ, അതുകൊണ്ട് ശാസ്ത്രബോധം, അതുപോലൊരു അവബോധം, ലോകത്തെക്കുറിച്ച് തന്നെ ഒരു ധാരണയുണ്ടായി വരാം. ഇങ്ങനെ ഒരു വലിയ പരിവർത്തനം ലോകത്തിൽ മുഴുവൻ വരുന്നുണ്ട്. ഇതിൽ ഈ മുസ്ലിം നാടുകളിലൊപ്പം തന്നെ ഈ മതപരമായിട്ടുള്ള അഭിനിവേശത്തിലേക്ക് ഭാരതം പോകുക എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ നാശത്തിൻ്റെ ലക്ഷണമാണ്. ഭാരതം എന്നൊരു രാഷ്ട്രത്തിന് ലോകത്തിൽ പ്രസക്തിയില്ല. അപ്പോൾ അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ മതത്തിൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും സംഘത്തിൻ്റെ സ്വയംസേവകർക്ക് സാധിക്കില്ല. ഇപ്പോൾ പല പ്രശ്നങ്ങളിലും അങ്ങനെ കാണാൻ സാധിക്കും. ഈ മതത്തിലുള്ള താല്പര്യം പ്രകടമായിട്ട് വരാം. അപ്പോൾ ആ സമയത്ത് എന്ത് വരുന്നു? വിവേകം നശിച്ചു പോകും. അപ്പോൾ
ഇപ്പം ഈ മതത്തിനെ താങ്ങുന്നത് കൊണ്ട് രാഷ്ട്രത്തിന് ഹാനി വരുമോ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. ഇപ്പം ഇങ്ങനെ പല വ്യക്തികളിലും കാണുന്നുണ്ട്. അത് ഒരു ചീത്ത ലക്ഷണമാണ്. RSSൽ ആൾദൈവങ്ങൾക്ക് സ്വാധീനം വർദ്ധിക്കുകയാണെന്നും TR സോമശേഖരൻ. മനോരോഗികളായ ഇത്തരക്കാരെ ചികിത്സിക്കുകയാണ് വേണ്ടതെന്നും സോമശേഖരൻ പറഞ്ഞു. ഈ ആൾദൈവങ്ങളെ സിദ്ധന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു തരം മനോരോഗികളാണ്. മനോരോഗമില്ലാത്ത ഒരാൾക്ക് ഞാൻ സിദ്ധനാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല, ഞാൻ ഗുരുവാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല, ആൾദൈവമായിട്ടിരിക്കാൻ പറ്റില്ല. ആ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് വൈകല്യം ബാധിച്ചിട്ടുണ്ട്. ഒരു സൈക്കോ പാത്തോളജി ഉറപ്പായിട്ട് അവിടെയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കാൻ? ഒരു സാധാരണ മനുഷ്യൻ കേട്ട് ഞാൻ സിദ്ധിയാണ്, ഞാൻ ദൈവത്തിൻ്റെ ആളാന്ന് പറഞ്ഞാൽ ഇത് മനോരോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇവരെയൊക്കെ ശരിക്കും നല്ല മനോരോഗ വിദഗ്ധന്മാരെ കൊണ്ട് ചികിത്സിപ്പിച്ച് നേരെയാക്കി എടുക്കുകയാണ് വേണ്ടത്. മനോരോഗികളെയാണ് എല്ലാ കാലത്തും സിദ്ധന്മാരായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഏത് സംഘടനയിലും നമുക്ക് കുറേ സോബർ എലിമെൻറ്റ്സ് ഉണ്ടാവും. എപ്പോഴും വളരെ വിവേകപൂർവ്വം ചിന്തിച്ച് ചെയ്യുന്ന ആളുകൾ. അങ്ങനെ അല്ലാത്തവരും കാണും. കുറച്ചൊരു ചഞ്ചല മനസ്കരായിട്ടോ അല്ലെങ്കിൽ ചാബല്യമുള്ള ആളുകൾ, കുറച്ച് അന്ധവിശ്വാസമുള്ള ആളുകൾ, ഇങ്ങനത്തെ വ്യക്തികളാണ് പോണത്. ആ വ്യക്തികളെ വാസ്തവത്തിൽ പിന്തിരിപ്പിക്കേണ്ടതാണ്. അതൊക്കെ സംഘടന അതാ സമയത്ത് നോക്കേണ്ടതാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വ്യക്തികളിൽ കൂടിയാണല്ലോ ആളുകൾ സംഘടനയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ ആരാധകന്മാരായിട്ടുള്ള കുറച്ച് പേരെ കണ്ടാൽ അവരുൾപ്പെടുന്ന സംഘടനയ്ക്ക് ദുഷ്പരം. ഇതൊക്കെ പ്രാദേശിക തലത്തിൽ സംഘടനയുടെ നേതാക്കന്മാർ നോക്കേണ്ട വിഷയമാണത്. അവർ പറഞ്ഞ് ബോധപ്പെടുത്തണം, ഇത് സംഘത്തിൻ്റെ പ്രതിച്ഛായയ്ക്കും പങ്ങൽ തട്ടിക്കുന്നതാണ് നിങ്ങളുടെ ഈ രീതി, ഇത് ശരിയല്ല. കണ്ണൂരിൽ ഹർത്താലിന്റെ പേരിൽ വ്യാപക BJP ആക്രമണം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് സമീപവും സംഘർഷത്തിന് BJP ശ്രമം നടത്തി. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കൊല്ലപ്പെട്ട BJP പ്രവർത്തകന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് കലോത്സവ വേദിക്കരികിലൂടെ കടത്തിവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ഇപ്പോൾ ചേരുന്നുണ്ട്. കുട്ടൻ, ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? ഹർത്താലിന്റെ മറവിൽ കണ്ണൂരിൽ വ്യാപക ആക്രമണം നടത്താനാണ് RSS BJP നേതൃത്വം കോപ്പ് കൂട്ടിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവം പോലും അലങ്കോലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടന്നത്. രാവിലെ പ്രധാന വേദിയായ നിളയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ് അക്രമങ്ങൾക്ക് തുടക്കമിട്ടത്. മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു. പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രവർത്തകർ NGO യൂണിയൻ ഓഫീസ് എറിഞ്ഞു തകർത്തു. കർഷക സംഘ സംസ്ഥാന സമ്മേളന പ്രചാരണ ബോർഡുകളും വ്യാപകമായി തകർത്തിട്ടുണ്ട്. പിന്നീട് കൊല്ലപ്പെട്ട BJP പ്രവർത്തന മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കലോത്സവ വേദി വഴി കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ ഈ ആവശ്യം പോലീസ് നിരാകരിച്ചതോടെ സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ ഉടലെടുത്തു. BJP പ്രവർത്തകരും പോലീസും ഇരുഭാഗത്തുമായി സംഭടിച്ചു. ഇതോടെ ജനം ഭീതിയിലായി. മണിക്കൂറുകളോളം കണ്ണൂർ നഗരം കലോത്സവ വേദി ഉൾപ്പെടെയുള്ള ഈ പ്രദേശം ഭീതിയുടെ മുൾമുനയിലായിരുന്നു. ഒടുവിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങൾ കലോത്സവ വേദിക്ക് സമീപത്തൂടെ കടത്തിവിട്ടതിനെ തുടർന്നാണ് സംഘർഷത്തിന് അയവ് വന്നത്. PV കുട്ടനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണോ എന്ന് പരിശോധിക്കേണ്ടത്. മറ്റെന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഭാഗമായി നടന്ന സംഭവമാണെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പാർട്ടിക്ക് അത്തരത്തിലൊരു സംഭവം അവിടെ നടത്തേണ്ടുന്ന യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആ സംഭവത്തെ പാർട്ടിയുടെ തള്ളിപ്പറഞ്ഞൊരു സംഭവമാണ്. അതിലാരാണ് യഥാർത്ഥ സംഭവം നടത്തിയത് അവരെ കണ്ടുപിടിക്കുകയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വേണം. BJP പ്രവർത്തകന്റെ കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന് P. ജയരാജൻ. അക്രമം സൃഷ്ടിക്കാൻ ബോധപൂർവ ശ്രമമാണ് നടക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു. ആ കൊലപാതകത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല. അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണം. രണ്ടാമതായിട്ട് പാർട്ടിയുടെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല. ഈ നിലപാട് പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില വസ്തുതകൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് RSS ആസൂത്രണം ചെയ്തതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വസ്തുതകളാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ അതേക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് CPIM
ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നത്. കണ്ണൂരിലുണ്ടായ അക്രമം സ്കൂൾ കലോത്സവത്തിന്റെ നിറം കെടുത്തിയതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. ഹർത്താലിൽ നിന്ന് കണ്ണൂർ നഗരത്തെ BJP ഒഴിവാക്കേണ്ടതായിരുന്നു. അക്രമം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. സമാധാന ശ്രമങ്ങൾക്കിടയിലും അക്രമങ്ങൾ തുടരുന്നതായും സുധീരൻ കുറ്റപ്പെടുത്തി. യുവജനോത്സവം നടക്കുന്ന കണ്ണൂർ നഗരത്തിലെങ്കിലും ഹർത്താൽ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. കലോത്സവത്തിൻ്റെ ആ ഭംഗി, അതിൻ്റെ ചാരുത, അതിൻ്റെ ഭംഗി ഇല്ലാതാക്കാനും വളരെ വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷം അത് ഇല്ലാതാക്കി അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നടപടി ഒരു കാരണവശാലും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. അക്രമം തടയുന്നതിൽ പോലീസ് ദയനീയമായി പരാജയപ്പെട്ടു. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനം 19 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പാലക്കാടും കോഴിക്കോടും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. മാർഗംകളി, മോണോ ആക്ട്, കേരള നടനം, ഭരതനാട്യം എന്നിവയായിരുന്നു പ്രധാന ഇനങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ ചേരുന്നുണ്ട്. അരുൺ, 4ാം ദിവസത്തെ മത്സരങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയായിരിക്കും. ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോയിന്റ് നിലയിൽ മുന്നേറ്റം തുടരുമ്പോൾ തന്നെ എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന പോയിന്റ് നില? മറ്റ് വിശേഷങ്ങൾ കൂടി. സോമി, 44 മത്സര ഇനങ്ങളാണ് 4ാം ദിവസമായി ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അതിൽ നിലവിൽ 24 മത്സര ഇനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഏതൊക്കെ ഇനങ്ങളാണ് പ്രധാന വേദിയിൽ നടന്നത് എന്നതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് കൂടെ നമുക്ക് നോക്കാം. അതായത് ഈ കാണുന്നത്, നമ്മൾ നിൽക്കുന്നത് പോലീസ് മൈതാനിയിലാണ്. HS വിഭാഗം മാർഗംകളി ആണ് ഇവിടെ ഇന്ന് രാവിലെ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ആ മത്സരം കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രധാന വേദിയിൽ ഭരതനാട്യം HS പെൺകുട്ടികളുടെ അതാണ് പുരോഗമിക്കുന്നത്. വേദി 2 ചന്ദ്രഗിരിയിൽ പൂരക്കളി പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വട്ടപ്പാട്ട് പുരോഗമിക്കുന്നു. ആൺകുട്ടികളുടെ ഒപ്പന എന്നുകൂടി അറിയപ്പെടുന്ന വട്ടപ്പാട്ട് മത്സരം പുരോഗമിക്കുകയാണ്. മറ്റൊന്ന് വേദി 3 കബനിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ കേരള നടനം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ HS വിഭാഗം ദഫ്മുട്ടാണ് വേദി 3 കബനിയിൽ പുരോഗമിക്കുന്നത്. എന്തായാലും മറ്റു വിവിധ വേദികളിൽ ഉപകരണ സംഗീത മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അറബി കലോത്സവവും സംസ്കൃതോത്സവത്തിന്റെ വിവിധ ഇന മത്സരങ്ങളും പുരോഗമിക്കുകയാണ്. മറ്റൊരു ശ്രദ്ധേയ കാര്യം, ഇതുവരെ 20 വേദികളാണ് ഉണ്ടായിരുന്നത്. അതായത് വിവിധ നദികളുടെ പേര് ഇട്ട് വിളിച്ചിരുന്ന 20 വേദികളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പുതിയൊരു വേദി കൂടി, 21ാമതൊരു വേദി, ശ്രീയ എന്ന നാമകരണം ചെയ്ത ഒരു പുതിയ വേദി കൂടി ഇന്ന് തീർത്തിട്ടുണ്ട്. അവിടെയാണ് ദഫ്മുട്ട് മത്സരം നടക്കുന്നത്. എന്തായാലും പോയിന്റ് നില നിമിഷം മാറി മറിയുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ഈ മത്സരത്തെ, കുട്ടികളുടെ ഈ കലാപ്രകടനത്തിനെ പോയിന്റിന്റെ 4 അക്കത്തിനുള്ളിൽ ഒതുക്കി നിർത്തേണ്ടതല്ല എങ്കിൽ പോലും ജനറലൈസ് ചെയ്തത് പറയുമ്പോൾ നിലവിൽ കോഴിക്കോട് 530 പോയിന്റാണ്, പാലക്കാട് 528 പോയിന്റാണ്, കണ്ണൂർ 525, തൃശ്ശൂർ 504 പോയിന്റുമാണ് ഉള്ളത്. 44 മത്സരങ്ങളിൽ 23 എണ്ണമാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ കോഴിക്കോട് HS ജനറൽ 226, HSS 229, സാൻസ്ക്രിറ്റ് 50, അതായത് അറബി കലോത്സവത്തിലും 60. അങ്ങനെ ടോട്ടൽ 530 പോയിന്റ് എന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത്. മറ്റ് വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. സോമി, അരുണാണ് കലോത്സവ വിശേഷങ്ങൾ പങ്കുവച്ചത്. കൈവിട്ടുപോയ കോൽക്കളിയിലെ ആധിപത്യം തിരിച്ചുപിടിക്കാൻ എടരിക്കോടുകാരെത്തിയതോടെ സമയം വൈകിയതൊന്നും ആരും അറിഞ്ഞില്ല. നിശ്ചയിച്ച വേദി മാറ്റിയ മത്സരം പുലർച്ചെ 4 മണിക്കാണ് ആരംഭിച്ചത്. മത്സരം തുടങ്ങാനിരിക്കെയാണ് വേദി പോരെന്ന് മനസ്സിലായത്. വേദി മാറ്റലും പ്രതിഷേധവുമായി സമയം പോയി. കോൽക്കളി തുടങ്ങുമ്പോൾ നേരം പുലർച്ചെ 4 മണി. പക്ഷേ ആ ഉറക്കച്ചടവൊന്നും വേദിയിലോ സദസ്സിലോ കണ്ടില്ല. എടരിക്കോടൻ പുതുമയും പരമ്പരാഗത ശൈലികളുമെല്ലാം ഉത്സവം തീർത്തു. കലോത്സവത്തിന്റെ സമയക്രമത്തെയാകെ അട്ടിമറിച്ചെങ്കിലും പരാതിയും പരിഭവവും ഒന്നും മത്സരം കണ്ടവർക്കില്ല. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം KT സാലിഹ്, കണ്ണൂർ.